അത് ഞാൻ നാടകത്തിനും പോയാൽ അവർ നാടകം മുടങ്ങത്തില്ലേ? ഞങ്ങളത് ചിരിച്ചിട്ടാണ് ഞങ്ങൾ അഭിനയിക്കണേ. ആദ്യമൊക്കെ എനിക്കും ഒരു 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 ഉണ്ടായിരുന്നു അമ്പിളിച്ചേരെ ടൈമിങ്ങുമായിട്ടൊന്ന് പിടിക്കാനും അമ്പിളിച്ചേരൻ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതൊരു ഒരു മുൻധാരണയൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. നാടകത്തിൽ നിന്ന് വന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവർ അധികം ഡയലോഗ് കുഴപ്പമില്ലാണ്ട് അവർ പറയും അഭിനയിക്കുന്നതാണ് എല്ലാവരും ധാരണ. കാരണം ഫിലിമാണ്. അടുത്ത പടത്തിൽ അവർ പറയും അയ്യോ അവർ അപ്പോഴത്തേക്കും അടുത്ത പടത്തിൽ ആൾക്കാർ ചോദിക്കില്ല അവരെങ്ങനെയുണ്ടോ എന്നിട്ട് അയ്യോ അവരെ വിളിക്കാനായിട്ട് അവർ കംപ്ലീറ്റ് ഫിലിം തിന്നുവേ. സിനിമ ഇപ്പോൾ കുറേ മാറി. പിന്നെ അത് തന്നെയല്ല ക്യാമറയ്ക്ക് ശബ്ദങ്ങളില്ല, എന്തേരം വേണം നമുക്ക് എടുക്കാം. എനിക്ക് ഒരുപാട് ഈ അടുത്ത കാലത്ത് ഒരു ഫീലിംഗ് മനസ്സിന് ഓർക്കുമ്പോൾ നെഞ്ചിനൊരു വേദന വരിക എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ട് ഈ ഒരു സൗഹൃദം ഇല്ലായിട്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു ബലമായിരുന്നു ഇന്നസെൻ്റ് ആയിട്ട്. എന്നെ ശ്രദ്ധിച്ച് തുടങ്ങിയല്ല ഈ പൊന്നമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച് സീരിയൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അന്ന് ദിലീപ് ജസ്റ്റ് ഞാൻ പറഞ്ഞു ദിലീപ് അമ്പിളിച്ചേട്ടൻ എന്തോ ചെയ്യുന്നത് അവിടെ അമ്പിളിച്ചേട്ടനെ പൊളിച്ചെടുക്കുന്നുണ്ട്, അവിടെ കലക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി പാ നമുക്ക് തകർക്കാം. നമസ്കാരം. ഇന്ന് എനിക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് മലയാളികൾ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചേച്ചി എന്ന് വിളിക്കുന്ന ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ചേച്ചി എന്നാണ് ചേച്ചിയെ വിളിക്കുന്നത്. പൊന്നമ്മ ചേച്ചി, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ ഒരു ജേണി നോക്കുകയാണെങ്കിൽ 1996 ഒരു ആദ്യമായിട്ടൊരു മൂവിയിൽ ആക്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ നാടകത്തിൽ തിളങ്ങി നിൽക്കുമായിരുന്നു. ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടികൾക്ക് അത് ഭയങ്കര വലിയൊരു സ്വപ്നമായിരുന്നു. ചേച്ചി എങ്ങനെയാണ് അത് സാക്ഷാത്കരിച്ചത്? എനിക്ക് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. ഞാൻ നാടകത്തിൽ വരുമെന്നും അല്ലെങ്കിൽ സിനിമയിൽ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. പിന്നെ ഞാനൊരു കലാകാരിയെ കാണണമെന്ന് ആഗ്രഹിച്ച എൻ്റെ അമ്മയായിരുന്നു. എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് ഞാൻ ഒരു കലാകാരിയായത്. പിന്നെ അതിൽ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ആയാലും അല്ലെങ്കിൽ നാടകമായാലും. എൻ്റെ ബേസ് എന്ന് പറയുന്നത് നാടകമല്ല, ഞാൻ ബേസ് നൃത്തമാണ്. നൃത്തം 3 വയസ്സ് മുതൽ നൃത്തം പഠിച്ചു. കല്യാണം കഴിക്കുന്ന തലേ ദിവസം വരെ ഞാൻ ഡാൻസ് ചെയ്ത ആളാണ്. അതിനുശേഷമാണ് നാടകത്തിലോട്ട് ഞാൻ വരുന്നത്. നാടകം നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതിൽ ഞാൻ സന്തോഷമായിരിക്കും. ഇപ്പോഴും നാടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്, അത് വേറെ കാര്യം. ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമയിൽ, കാരണം നാടകത്തിൽ അത്രയും തിളങ്ങി നിൽക്കുന്ന കാരണം നാടക ട്രൂപ്പുകാരൊന്നും ചേച്ചിയെ സിനിമയിലേക്ക് വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു ശരിക്കും? അത് ഞാൻ നാടകത്തിൽ നിന്നും പോയാൽ അവരുടെ നാടകം മുടങ്ങത്തില്ലേ? അവരുടെ നാടകത്തിലെ നായികയായിരുന്നു ഞാൻ. ആ നായിക ആ നാടകത്തിൽ നിന്ന് പോയാൽ നാടകം മുടങ്ങില്ലേ? അപ്പം അതുകൊണ്ട് അവരെനിക്ക് അവസരം വരുമ്പോഴൊന്നും പറയാറില്ല. അവർ ഇല്ല ഞങ്ങൾ പൊന്നമ്മ ഇവിടെ കരാറാണ്. എല്ലാം ഓരോ വർഷം ഞങ്ങൾ കരാറുണ്ട്. ഈ സമയത്ത് വിട്ട് വേറെ ഒരിടത്തും ഒരു പരിപാടിക്കും പോവില്ല, വർഷം അവസാനം വരെ ഞങ്ങൾ ഈ നാടകം കളിച്ച് തന്നോളാം എന്നും പറഞ്ഞ് നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ട്. എഗ്രിമെൻ്റ് ആകാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറയും ഇല്ല പൊന്നമ്മ ഇവിടെ നാടകം ചെയ്യാണ്, പിന്നെ അവർ പറയും ഒന്ന് കൊടുക്കാവോ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് അവർ പറയും പറ്റില്ല, അത് ഞങ്ങളുടെ ഇതിൽ ഉള്ളിലില്ലാത്തതാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയിക്കാറ് പോലുമില്ല. അതിനുശേഷം ഞാൻ സിനിമയിലൊക്കെ വന്നതിന് ശേഷം എന്നെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു, അന്നേ പൊന്നമ്മയ്ക്ക് ഞങ്ങളിവിടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കുമായിരുന്നു ഇങ്ങനെ പൊന്നമ്മയുടെ സിനിമയിൽ പിന്നെ വിടുവോ, അല്ലെങ്കിൽ പൊന്നമ്മേനെ ഒന്ന് ഞങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് തരാമോ. അന്നൊക്കെ ലാൻഡ് നമ്പറല്ലേ, മൊബൈൽ നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നാടകം കളിക്കുമ്പോൾ നാടക സ്ഥലത്തുള്ള ഫോൺ നമ്പറും അവരുടെ ഓഫീസിലെ ഏജൻസിയുടെ നാടകത്തിൻ്റെ ഉള്ള ഫോണേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ എന്നെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വിളിച്ചിട്ട് നമ്മളിപ്പം കാസർഗോഡാണെങ്കിൽ കാസർഗോഡ് ഏജൻസിയിലോട്ട് വിളിച്ച് പറയും. അപ്പോൾ പറയും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നാടകം കളിക്കാനായിരിക്കും ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ എനിക്ക് ക്യാമ്പ്. അപ്പോൾ ക്യാമ്പ് നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ നാടകത്തിൻ്റെ ലിസ്റ്റ് നമുക്ക് തരും. ഓരോ വർഷത്തെ ഒരു ലിസ്റ്റ് നമുക്കുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ആ ജൂൺ വരെയുള്ളൊരു ലിസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് തരും. അപ്പം മെയ്യിൽ എത്ര നാടകം, മാർച്ചിൽ എത്ര നാടകം ഉണ്ടാവും, നമുക്ക് തന്നെ ഡേറ്റും കണക്കും എല്ലാം ഉണ്ട്. ഇതേ ചാർട്ട് വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ വീട്ടുകാർക്ക് അറിയാം ഏത് സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് നോക്കിയിട്ട് ആ ഏജൻസിയെ വിളിച്ച്, ഏജൻസിയുടെ നമ്പറും എല്ലാം ഉണ്ടാവും. ഏജൻസിയെ വിളിച്ച് പറയും ഇങ്ങനെ അത്യാവശ്യം ഉണ്ടാകും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. അങ്ങനെ അവർ ഇങ്ങനെ നാടക ട്രൂപ്പായിട്ട് ചോദിക്കുമ്പോഴും അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണ് നാടകം കളിക്കുന്നത്, ഏത് ഭാഗത്ത് അവിടുത്തെ നമ്പർ തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്പർ കൊടുക്കത്തില്ല. അത് നാടകത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതൊക്കെ നല്ല കാര്യമല്ലേ? കാരണം ഞാൻ മാത്രമല്ലല്ലോ ആ നാടകത്തിനെ ആശ്രയിച്ച് ഒരുപാട് കുടുംബങ്ങൾ അതിൽ കഴിയുന്നുണ്ട്. അപ്പം ഞാൻ മാത്രം ഒരാൾ അങ്ങനെ പോയ നാടകം മുടങ്ങി. അപ്പം അവരുടെ വയറ്റത്തല്ലേ അടിക്കുന്നേ.
അതിനൊന്നും ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല, അങ്ങനെ ചെയ്യത്തുമില്ല. ചേച്ചിക്ക് ഈ നാടകം ചെയ്യുമ്പോൾ ഏറ്റവും ചേച്ചിയുടെ പ്രത്യേകതയായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഒരുപാട് കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ നാടകത്തിനകത്ത് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത നാടകത്തിലൊക്കെ എനിക്ക് നൃത്തം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഞങ്ങളുടെ സമിതി പിന്നെ ഏറ്റുമാനൂർ സുരഭില എന്ന് പറഞ്ഞ സമിതി ഉണ്ടായിരുന്നു. പിന്നെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞ സമിതി ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ പുറത്ത് നാടകം കളിച്ചത് പൂഞ്ഞാർ നവധാരയിലാണ്. അങ്ങനെ വേറെ പുറത്ത് ഒരുപാട് സമിതി ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് സമിതി ഉണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ സമിതി തന്നെയായിരുന്നു നമ്മൾ കളിച്ചത്. അത് അധികം നാടകം കളിച്ചിട്ടുമില്ല. കല്യാണത്തിന് മുന്നേ ഒരു വർഷം നാടകം കളിച്ചു. അതിനുശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം പിന്നീടാണ് ഞാൻ പൂഞ്ഞാർ നവധാരയിൽ ഞാനൊരു 2 വർഷം നാടകം ചെയ്തു. പിന്നെ ഞങ്ങൾ സമിതി വീണ്ടും തുടങ്ങി. സുരഭില എന്ന് പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു, അത് പിന്നെ നിർത്തി വെച്ചിരുന്നു. അതിന് ശേഷം പിന്നെ ഒരുപാട് ഗ്യാപ്പിന് ശേഷം പിന്നെ അങ്കമാലി പൂജ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ തുടങ്ങി. അതിനകത്ത് MS തൃപ്പൂണിത്തറ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച്. പിന്നെ ആ നവധാരയിൽ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു ഞങ്ങൾ ഈ പുറത്ത് ഞങ്ങൾ സമിതി തുടങ്ങിയപ്പോഴും. അങ്ങനെ 2-3 വർഷം ഞങ്ങൾ 3 ലേഡീസ്, ഞങ്ങൾ ബിയാട്രിസ്, ബിന്ദു, ഞങ്ങൾ 3 പേരായിരുന്നു എന്താ പറയണേ ഒരുമിച്ച് ഒരു യാത്ര 3 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോവുക, അവർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുക, അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. ഇപ്പോൾ ബി ആർ ചേച്ചിയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ആ വീട്ടിൽ പോയി കാണാറുണ്ട്. ചേച്ചി പോർട്ട് കൊച്ചിയിലാണ് താമസിക്കണേ. അന്ന് ഞാൻ പിന്നെ എറണാകുളത്ത് സെറ്റിലായിട്ടില്ല നാടകം കളിക്കുമ്പോൾ. ചേച്ചിയുടെ അമ്മയെ പോലെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നു. അന്ന് ഞാൻ 100 വയസ്സിലൊക്കെ കൊച്ചാണല്ലോ അന്ന് ഞാൻ നാടകം കളിക്കുമ്പോൾ. അങ്ങനെ അത് ഇഷ്ടം പോലെ എനിക്ക് അങ്ങനെ നൃത്തം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് അപ്രിഷ്യേറ്റ് കിട്ടിയിട്ടുണ്ട് നാടകത്തിൽ. എനിപ്പോൾ ഞാൻ ചെയ്ത റോളും ഇച്ചിരി ഹ്യൂമർ കലർന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് അപ്രിഷ്യേറ്റ് കിട്ടിയതാണ്. സന്തോഷം, ഒക്കെ ദൈവത്തിന് നന്ദി. പടനായകൻ എന്ന മൂവിയിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ദിലീപേട്ടൻ്റെ ചിത്രമായിരുന്നു. രാജൻ പി ദേവ് സാറിൻ്റെ കോംബോ ആയിട്ടാണ് ചേച്ചി അഭിനയിച്ചത്. ഈ പറഞ്ഞ പോലെ കുറേ കടമ്പകൾ കടന്ന് സിനിമയിലേക്ക് എത്തിയതാണ്. ആ ഒരു ആദ്യ ദിനം അല്ലെങ്കിൽ ആദ്യ ഷോട്ട് സിനിമയിൽ എടുക്കുന്നത് ഓർമ്മയുണ്ടോ? കടമ്പകൾ കടന്നെന്ന് പറയരുത്. കാരണം അറിയാലോ, നാടകത്തിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് സിനിമ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും സിനിമയെ അന്വേഷിച്ച് പോയിട്ടില്ല, സിനിമ എന്നെ അന്വേഷിച്ചാണ് വന്നേ. അപ്പം അന്നും നാടകത്തിൽ നിൽക്കുമ്പോഴും സിനിമ വരുന്നുണ്ട്. നാടകത്തിൽ നിൽക്കുമ്പം തന്നെയാണ് എനിക്ക് സിനിമ വരുന്നത്. നാടകം ഇത് ഞാൻ നമ്മുടെ ഇവിടെ എറണാകുളം ഫൈനാൻസുകൾ എന്നും അതിലെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം ഞാൻ ഓർക്കാറുണ്ടെന്ന്. അവിടെ നാടകം ഞങ്ങളുടെ സമിതി അങ്കമാലി പൂജ ഇതിഹാസ കാവ്യം യയാതി കഥ, അത് ഞാൻ ദേവേനയായിട്ടായിരുന്നു. അത് ഞാൻ എന്ന് പറഞ്ഞാൽ ഇൻട്രോയിൽ എല്ലായിടത്തും പറയാറുള്ളതാ, ഹെവി റോളായിരുന്നു എനിക്ക്. ഡാൻസും അതുപോലെ തന്നെ ഇൻട്രോയിൽ വരെ നല്ല രസമായിട്ട് പോയിട്ട് ഇൻട്രോവിന് ശേഷം പിന്നെ ദേവേനി വില്ലത്തിയ, അങ്ങനെ നന്ന് കസറാനുള്ള നല്ല ക്യാരക്ടർ. അത് കണ്ടിട്ടാണ് ഒരാൾ വന്നിട്ട് ഇൻട്രോവിലായപ്പോൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നമ്മ ആണോന്ന് ചോദിച്ചാൽ വന്നേ പൊന്നമ്മ. അപ്പോൾ നമുക്ക് എൻ്റെ പേര് കിട്ടി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവെല്ലാകുമ്പോൾ എല്ലാവരുടെ പേര് അനൗൺസ് ചെയ്യും, ദേവയാനി പൊന്നമ്മ. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ കൈയടിക്കുമല്ലോ. നമുക്കൊക്കെ കൈയടി കിട്ടിയിരുന്നത്, അങ്ങനെ കൈയടി കിട്ടുന്ന എനിക്ക് എൻ്റെ കാതുകളിൽ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ തിയേറ്ററിൽ നമ്മളെ കാണുമ്പോൾ ഉള്ള കൈയടി അത് വേറെ കാര്യം, നമ്മുടെ സീൻസൊക്കെ കാണുമ്പോൾ. പക്ഷേ അതല്ലാതുള്ള ആദ്യത്തെ കൈയടി എനിക്ക് കിട്ടുന്നത് ഡാൻസിലായിരുന്നു. 2ാമത്തെ കൈയടി കിട്ടിയത് നാടകത്തിനായിരുന്നു. 3ാമത്തെ കൈയടിയാണ് എനിക്ക് സിനിമയിൽ കിട്ടിയത്. അപ്പം ഈ കൈയടി എന്ന് പറയുന്നത് അപ്പോഴാണ് പൊന്നമ്മ എന്ന് ഇങ്ങനെ വരുമ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രൊഡ്യൂസറാണ് എന്നെ വന്ന് പറഞ്ഞ പൊന്നമ്മയല്ലേ, അതെ ഞങ്ങൾ പുതിയ സിനിമ അടങ്ങാൻ പോവാം, നിങ്ങൾക്ക് ഈ സിനിമയിലൊന്ന് ശ്രമിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല, നാടകത്തിൽ അങ്ങനെ പറ്റത്തില്ല, കാരണം ഇവിടെ പൊന്നമ്മ മെയിൻ കളിക്കുന്ന നാടകമാണ്, പിന്നെ അതിനെ ബേസ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ, സിനിമ താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ഒരു നമ്പർ തന്നു. അന്ന് ലാൻഡ് നമ്പറാണ്, നമുക്കിതില്ല, മൊബൈലില്ല. മൊബൈലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാ വീട്ടിലും മൊബൈൽ ഇല്ലാത്ത കാലം. ഉള്ളതാണെങ്കിലും എല്ലാ വലിയ വലിയ വീടുകളിലും അത്രയും പൈസ കപ്പാസിറ്റിയുള്ള വീടുകളിലെ ഉള്ളി ലാൻഡ് ഫോൺ. ഞാനൊക്കെ ആദ്യം ഉപയോഗിച്ചിരുന്ന PP നമ്പറായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിൽ ഫോണൊന്നും ഇല്ലല്ലോ, ഞാൻ വന്നപ്പോഴും ഫോണില്ല, PP നമ്പറായിരുന്നു. അതിനുശേഷം പിന്നെയാണ് നമ്മൾ ഫോണൊക്കെ എടുത്തത്. അപ്പോൾ ഈ പറയുന്ന വന്നിച്ചപ്പം പൊളിയൊക്കെ പറഞ്ഞങ്ങ് പോയി. പിന്നീട് ഒരു യയാതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു, നീ വേണം സിനിമ വേണമെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നൃത്യം
ഈ പറയുന്ന ആളെ വിളിച്ചപ്പോൾ കൃത്യം അന്ന് സിനിമ തുടങ്ങുന്ന സമയമായിരുന്നു. പടനായകനാണ് രാജേട്ടൻ്റെ വൈഫായിട്ട് അതിൻ്റെ തുടക്കം. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. നാടകത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോയത് ആ സിനിമയിലോട്ട്. നാടകത്തിൽ നിന്ന് ഒത്തിരി പേരെ കൊണ്ടുപോയിട്ടുണ്ട്. രസഭാവ നാടകത്തിൽ നിന്ന് കൊണ്ടുപോയതാ, സായികുമാരൻ നാടകത്തിൽ നിന്ന് കൊണ്ടുപോയതാ, എന്നെ അതുപോലെ തന്നെ നാടകത്തിൽ നിന്ന് തന്നെ വന്ന് അവർ എന്നെ വന്ന് കൊണ്ടുപോയതാ. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് പറിച്ചുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നതും ആദ്യ ഷൂട്ടിംഗ് മീൻസ് ആദ്യ ഷൂട്ടുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. കാരണം നാടകമല്ലല്ലോ സിനിമ. നമുക്ക് നിൽക്കുമ്പം ലുക്ക്, ഡയലോഗ്, പ്രസൻറ്റേഷൻ അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും ഡയറക്ടർ നിസാർ സാറായിരുന്നു, കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ഒരു സിനിമയിൽ അങ്ങനെ വലിയ പെർഫോം ചെയ്യാനുള്ള സീനൊന്നുമില്ല. ഞാനൊരു പാവം അമ്മയായിട്ടാണ് സെറ്റ് മുണ്ട് കൊടുത്ത് ഇച്ചിക്കാരനായ മോക്ക് സപ്പോർട്ട് പറയുന്ന മീര എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു നായിക. രാജംബിദേവിൻ്റെ മീരയുണ്ട്, വൈജു എഴുപുന്നെയാണ് എൻ്റെ ബ്രദേഴ്സൊക്കെ, ടോഡി ഇവരൊക്കെയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ഒരു ഞാൻ ഒന്നിങ്ങനെ എന്താ പറയണേ, നമുക്കൊന്ന് ഇളകി ചെയ്യാനുള്ള വേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയായിട്ട് നിന്ന് ചെയ്യുന്നൊരു വേഷമായിരുന്നു. പിന്നെ എനിക്കെല്ലാം സാറ് പറഞ്ഞു തരുമായിരുന്നു. എൻ്റെ ലുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമ്പോൾ സാറ് പറയും അങ്ങോട്ടല്ല, ഇങ്ങനെയാണ് അങ്ങനെയാണ്. ഏറ്റവും പ്രയാസകരം എന്ന് വെച്ചാൽ ആദ്യം വന്നപ്പോൾ അപ്പുറത്ത് അവിടെ ആൾ നിൽക്കുന്നത് ആളില്ലാതെ കയ്യെ നോക്കി പറയണം. അത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. കാരണം അപ്പുറത്ത് ആളില്ലാതെ കൈ നോക്കി എങ്ങനെയാണ് ഡയലോഗ് പറയുന്നത്? ആളവിടെ നിന്ന് ഉണ്ടെന്ന് ഓർത്ത് സങ്കല്പിച്ചുകൊണ്ട് ഡയലോഗ് പറയണം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ എന്തും ചെയ്യും. പിന്നെ നമ്മൾ തട്ട് കണ്ട മട്ട് മാറും എന്ന് പറയുന്ന പോലെ നമ്മളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാവം പടിയൊക്കെ മാറുമല്ലോ. ഇപ്പൊ കളിവീടം എന്ന് പറയുന്ന മൂവി ചെയ്തതിന് ശേഷം സെബി സാറ് ലോഹി സാറിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത സിനിമയിലേക്ക് ലോഹി സാറ് വിളിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അതിൽ മമ്മൂക്കയുടെ സിസ്റ്റർ ആയിട്ടായിരുന്നു. ആ ഒരു അനുഭവം ചേച്ചി ഓർക്കുന്നത് എങ്ങനെയാ? ഇല്ല, അതിപ്പോൾ സിബി സാറിന്റെ കളിവീട് ചെയ്യുന്ന സമയത്ത് സാറിന്റെ അതിനകത്ത് ഒരു വലിയ വേഷവും അല്ല. ഒരു എങ്ങനെ പോയാലും 5-6 സീൻ ഉണ്ടാവുമായിരിക്കും ഞങ്ങളുടെ സൊസൈറ്റി ലേഡി ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ സാറ് അപ്പോൾ എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു നാടകത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അന്നൊക്കെ നാടകത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവരുടെ വിചാരം നമ്മൾ വന്നാലും ഡയലോഗൊക്കെ പറയും, തെറ്റിക്കത്തില്ല, ഒരു ആർട്ടിസ്റ്റ് ആണെന്നാണ് നാടകത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ. കാരണം നാടകത്തിൽ നിന്ന് തെളിഞ്ഞ ആൾക്കാരായിരുന്നു തിലകൻ ചേട്ടന്, വേണു ചേട്ടന്, ലളിത ചേച്ചി, പൊന്നമ്മ ചേച്ചി, പുലാവടി ചേച്ചി, മീന ചേച്ചി, കുറേ ആൾക്കാർ നാടകത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ആ സിനിമയിൽ. ആണുങ്ങളും ഉണ്ട് അതുപോലെ തന്നെ. പിന്നെയാണ് നമ്മൾ കുറേ പേര് ബിമ്മക്രി എന്നൊക്കെ പിന്നീട് വരാൻ തുടങ്ങി സിനിമയിലോട്ട്. അപ്പോൾ ഞാൻ നാടകത്തിൽ നിന്നായതുകൊണ്ട് അന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര, ഞാൻ ഡയലോഗ് പറയും കുഴപ്പമില്ല എന്നൊക്കെ വെച്ചോണ്ടാവാം സിബി സാറ് ഇങ്ങനെ ലോഹി സാർ ഇങ്ങനെ ഒരു മമ്മൂക്കാട് ചേച്ചി വേഷം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാറ് പറയും, ഞാൻ എൻ്റെ പേര് പറയും. അങ്ങനെയാണ് ആ പടത്തിനകത്ത് മമ്മൂക്കാടെ ചേച്ചിയായിട്ട് റോൾ ചെയ്തത്. അതെനിക്കിപ്പോഴും അന്നെനിക്കൊട്ടും അത് വിശ്വസിക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ മമ്മൂക്കാടെ അപ്പോൾ എത്രയോ പടം ചെയ്ത് ഞാൻ. ഓക്കെ, ചേച്ചിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ട് പോയിട്ടുള്ള ഒരു കോംബോ ജഗതി ചേട്ടന്റെ കോംബോ ആയിരുന്നു. അമ്പിളി ചേട്ടനുണ്ട്, ദിലീപ്, മമ്മൂക്ക, പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്, ജയറാം. നിങ്ങൾ പേരായിട്ട് വരുമ്പോഴേക്കും പടങ്ങളാ ചോദിച്ചത്. പേരായിട്ട് അമ്പിളിച്ചേട്ടനുണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ തന്നെ ആയിരിക്കണം. മിക്ക പടങ്ങളിലും ആ സമയങ്ങളിലെല്ലാം അമ്പിളിച്ചേട്ടനാണ് അല്ലേ കൂടുതലും ഉള്ളത് പറയാനായിട്ട്. പിന്നെ ഒരു പേരെനിക്ക് വന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേരാണ് താപ്പാനിക്കകത്ത്. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പേരായിരിക്കും വന്നത്. നൂലുണ്ടയായിരുന്നു എൻ്റെ. ഞാനെപ്പോഴേ നമ്മളിപ്പം ചേച്ചിയും ജഗതി ചേട്ടനൊക്കെ തകർത്ത് അഭിനയിക്കുന്ന സീൻസ് കാണുമ്പോൾ ഞാൻ ഓർക്കും, നിങ്ങൾ എങ്ങനെ എത്ര കൺട്രോൾഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ചിരി വരത്തില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നൊക്കെ ഞാൻ ആലോചിക്കും. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിപ്പിക്കുന്ന ആളുകളാണ്. അതെങ്ങനെയാണ് നിങ്ങൾ അത്രയും കൺട്രോൾഡ് ആയിട്ട് ആക്ട് ചെയ്തേ? ഞങ്ങളത് ചിരിച്ചിട്ടാണ് ഞങ്ങൾ അഭിനയിക്കണേ. ഞങ്ങൾ ഡയലോഗ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ ഇതെന്താ എടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യും. ചിലപ്പോൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന മാത്രമായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമ്പിളിച്ചേട്ടനാണേ. 2 പറഞ്ഞാൽ 10 ഇടുന്ന ആളാണ് കയ്യിൽ നിന്ന്. അപ്പോൾ ആ ഒപ്പം പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ എനിക്കും ഒരു 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 ഉണ്ടായിരുന്നു അമ്പിളിച്ചേട്ടൻ ടൈമിങ്ങുമായിട്ടൊന്ന് പിടിക്കാനും. അമ്പിളിച്ചേട്ടൻ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നൊരു ഒരു മുൻധാരണയൊന്നും എനിക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ പടങ്ങൾ കുറേ ആയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കും വാശിയാവും അമ്പിളിച്ചേട്ടൻ്റെ മുന്നേ എനിക്ക് നിൽക്കണം. അത് ഞങ്ങൾ മയിലാട്ടവും മേരിക്കുട്ടി കുഞ്ഞാട് കുറേ പടങ്ങളുണ്ട് ഞങ്ങൾ, ജോഡിയായിട്ടുള്ള പടങ്ങൾ, കൺമഷി, ആ പടങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം.
എനിക്കപ്പോൾ അമ്പിളിച്ചേട്ടനേക്കാളും ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇച്ചിരൂടെ കയറി മുകളിൽ നിൽക്കുന്നതായിട്ട് ചെയ്യാൻ കാക്കക്കറമ്പൻ ഇങ്ങനെ കുറേ പടങ്ങളുണ്ട്. ഞാൻ അമ്പിളിച്ചേട്ടനും നല്ല ഭയങ്കരമായിട്ട് അഭിനയിക്കാനുള്ളത്, മത്സരിച്ച് അഭിനയിക്കാനുള്ളത്. അല്ലാതെ നമുക്ക് ചുമ്മാ ഭാര്യയായിട്ട് അഭിനയിച്ചത് മാത്രമല്ല, മത്സരിച്ച് പെർഫോം ചെയ്യാൻ ആക്ടിവിറ്റീസോട് കൂടി, വെറും ഡയലോഗ് നിന്നുമല്ല, നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് പറയുന്ന സീൻസുകളൊക്കെ അതൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിൽ ടെൻഷനുണ്ട്. കാരണം അന്നൊക്കെ ഫിലിമാ, അന്ന് ഇതുപോലെ ഇതല്ല മറ്റേ റീടേക്ക് ഒരുപാട് പോകാനുള്ള ഓപ്ഷൻ. അപ്പം നമുക്ക് അവർ പറയും, ഇപ്പം ഞാൻ നാടകത്തിൽ നിന്ന് വന്ന് അവർ ഉദ്ദേശിക്കുന്നു, അവർ അധികം ഡയലോഗ് കുഴപ്പമില്ലാണ്ട് അവർ പറയും അഭിനയിക്കുന്നതാണ് എല്ലാവരും ധാരണ. ഞാൻ എപ്പോഴും ഈ തെറ്റിച്ചുകൊണ്ട് ഒരുപാട് റീടേക്കും കൊടുത്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കതൊരു സിനിമയിൽ അത്ര അവസരം കിട്ടത്തില്ല. കാരണം ഫിലിമാണ്. അടുത്ത പടത്തിൽ അവർ പറയും, അയ്യോ അവർ അപ്പുറത്തേക്ക് അടുത്ത പടത്തിൽ ആൾക്കാർ ചോദിക്കില്ല അവരെങ്ങനെയുണ്ടോ എന്നിട്ട്, അയ്യോ അവരെ വിളിക്കാനായിട്ട് അവർ കംപ്ലീറ്റ് ഫിലിം തിന്നുവേ അന്നൊക്കെ ഒരടി ഫിലിം, ഒരു സെക്കൻഡ്, ഒരു ഇത്ര അടി ഫിലിം എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അന്നൊക്കെ അതൊക്കെ ഓർക്കും. പിന്നെ ഒരു ഒച്ച ഉണ്ടാവും ക്യാമറയ്ക്ക്, ആക്ഷൻ പറയുമ്പോൾ തന്നെ ക്യാമറയിൽ ഒരു നല്ലൊരു ഒച്ചയുണ്ട്. ആ ഒച്ചയും അതൊക്കെ കാലേതൊരുക്കിൻ്റെ ഒരു വൈദ്യുതി കമ്പി ഇങ്ങനെ ദേഹത്തോട്ട് കയറിയ പോലെ ആ ശബ്ദം അങ്ങ് കേൾക്കുമ്പോൾ ആ നിമിഷം. ഇന്ന് പിന്നെ ഒച്ചയൊന്നും ഇല്ലല്ലോ, ഇന്ന് നമ്മൾ കൂളായിട്ട് ഇന്ന് കുറച്ചുകൂടെ സിനിമ റിയലായല്ലോ. റിയലായിട്ടില്ലേ, റിയൽ നമ്മളെങ്ങനെ സംസാരിക്കണം അപ്പം നമ്മൾ തമ്മിലിരുന്ന് സംസാരിക്കുന്നത്. അത് സിനിമ ഇപ്പോൾ കുറേ മാറി. പിന്നെ അത് തന്നെയല്ല, ക്യാമറയ്ക്ക് ശബ്ദങ്ങളില്ല, എന്തേരം വേണം നമുക്ക് എടുക്കാം. ഇനി അഥവാ ഒരാൾ അങ്ങോട്ട് പോയി അത് വേണ്ട മായ്ച്ചു കളയാം. ടെക്നിക്കലായിട്ട് ഒരുപാട് സിനിമ വളർന്നു. അപ്പം ഞാനൊക്കെ സിനിമയിൽ വരുമ്പോൾ ഈ ടെക്നിക്കലൊന്നും ഇത്ര വളർന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഒത്തിരി, ഇപ്പം മമ്മൂക്കയായാലും ലാലേട്ടനായാലും ദിലീപായാലും ജയറാമായാലും സുരേഷേട്ടനായാലും പഴയ ഞാൻ പറയുന്നേ, ഇവരൊക്കെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ആൾക്കാരാ. മനസ്സിലായോ? ഊതിക്കച്ചിയ പൊന്നുകൾ. നമ്മൾ അങ്ങനെ നമ്മൾ ഇന്ന് വന്ന് ഉടനെ കയറി പൊങ്ങി വന്ന ആൾക്കാരല്ല. ഇത്ര വർഷക്കാലം നമ്മൾ സിനിമയിൽ നിന്ന് പോകണം അല്ലെങ്കിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്, രണ്ടാമത് നമ്മൾ അതുപോലെ ഉള്ള വേഷങ്ങൾ അതുപോലെ ചെയ്തു. പിന്നെ നമ്മൾ ഒത്തിരി ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സുകൊണ്ട്. തെറ്റാറൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ ഒരുപാടല്ല പറയണേ. പക്ഷേ ഫിലിമായ സമയത്ത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. മറ്റേ ഇതാണ് അന്ന് അമ്പിളിച്ചേട്ടൻ ഞാനും തമ്മിലുള്ള പോകുമ്പോൾ ജനാർദ്ദൻ ചേട്ടന്, രാജൻ ബി ദേവ്, കൊച്ചിൻ ഹനീഫിക്ക, മുരളിച്ചേട്ടൻ, എന്താ പറയണേ, ഒത്തിരി വിട വാങ്ങിയ ഒരുപാട് ആൾക്കാരില്ലേ. തിലകൻ ചേട്ടൻ, നെടുമുടി ചേട്ടൻ, ഇവരൊക്കെ എൻ്റെ ഹസ്ബൻഡായിട്ട് ഞങ്ങളൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അഭിനയിച്ചതാ. ഇന്നിപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരില്ല. അവരുടെ കസേരകളെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുക. പക്ഷെ നമ്മൾ ഒരു നിമിഷം നമ്മൾ വിചാരിക്കുന്നത് അവരെവിടെയൊക്കെയോ ഉണ്ട്, മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഒരുപാട് ഈ അടുത്ത കാലത്ത് ഒരു ഫീലിംഗ് മനസ്സിന് ഓർക്കുമ്പോൾ നെഞ്ചിലൊരു വേദന വരിക എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ഏട്ടനായിരുന്നു. ഇന്നസെൻ്റ് ഏട്ടൻ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയ പോലെ തോന്നി. ഒരു വയസ്സായിട്ടൊക്കെ പോയ ആളല്ല. ഇപ്പോഴും തമാശയും കോമഡിയും പറഞ്ഞ് വെച്ചാൽ നമുക്കൊരു കാര്യം ഉണ്ടായി, ഇന്നസെൻ്റ് ഏട്ടാ പറഞ്ഞാൽ അപ്പം അതിനൊരു നല്ലൊരു മറുപടിയും ഉണ്ടായി, അതിനൊരു തീരുമാനം ഉണ്ടായി. ഒരു സഹോദര തുല്യനായിട്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സംഘടനാപരമായിട്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു ബലമായിരുന്നു ഇന്നസെൻ്റ് ചേട്ടൻ. എല്ലാവരോടും സംസാരിക്കണം, അത് തമാശ രൂപേണ അവതരിപ്പിച്ച് ആരും പിണക്കാതെ. ദേഷ്യം അങ്ങനെ കാണിക്കാറില്ലല്ലോ ഒരിക്കലും. ദേഷ്യം ഇങ്ങനെ തമാശ കൂടെ അങ്ങ് പറയുമല്ലേ പുള്ളി എല്ലാ കാര്യങ്ങളും. തമാശ രൂപേണ എല്ലാവരെയും ഞങ്ങളുടെ അമ്മ സംഘടന തന്നെ എത്ര വർഷം പുള്ളി നയിച്ചു, 10-18 വർഷക്കാലം പുള്ളി അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പം ഇന്നസെൻ്റ് ചേട്ടൻ്റെ മരണം, മണിയുടെ മരണം, കൽപ്പന. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കുറച്ച് പഴയ ആളുകൾക്ക് ഭയങ്കര ഒരു ഫാമിലി ബോണ്ടായിരുന്നു തോന്നുന്നു. എല്ലാ സിനിമയിലും നിങ്ങൾ ഒരുമിച്ചുണ്ട് എല്ലാവരും. അപ്പോൾ എപ്പോഴും കാണുന്ന ആളുകളായതുകൊണ്ട് തന്നെ അല്ലേ? അതെന്നാന്ന് വെച്ചാൽ അന്നൊന്നും ക്യാരവനില്ലല്ലോ. ഞങ്ങളൊക്കെ ഒരുമിച്ച് എല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ കസേര ഇട്ട് അവരുടെ കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ വിവരങ്ങളും നമ്മൾ അറിയുമായിരുന്നു. ഇന്നങ്ങനെ അറിയാനൊരു മാർഗമൊന്നും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ അത് സത്യമുണ്ട്. കൂടുതലും വാർത്തകൾ കറക്റ്റ് ആയിരിക്കില്ല. നല്ല വാർത്തകളും ഉണ്ടാകും, മോശം വാർത്തകളും ഉണ്ടാകും. ചിലരെയൊക്കെ വളരെ മോശമായിട്ട് നമ്മൾ പെട്ടെന്നേ
ചിലർ പറയും പെട്ടെന്ന് ഡൈവേഴ്സ് ആകാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ എഴുതും ആൾക്കാർ. ചിലർ എത്ര പേരെ മരിപ്പിക്കുന്നു, അത് എത്ര പേരെ മരിച്ചു പോയെന്നും പറഞ്ഞു, കൊളപ്പുള്ളിയിലെ മരിച്ചു പോയെന്നും പറഞ്ഞു. ഞാൻ എന്നിട്ട് വിളിച്ചു, ഞാൻ വിളിച്ചപ്പോൾ അത് പറയാം, ഞാൻ ഇന്നലെ മരിച്ചിട്ട് ഇന്നേ ഉയർത്തെഴുന്നേറ്റത്. ലീല ചേച്ചിയും ചേച്ചിയും ഭയങ്കര ഒരു ഇവിടെ കൊളൂസൊക്കെ ആയിട്ട് ഞങ്ങളൊക്കെ എത്ര വർക്കുകൾ ചെയ്താ. ഞങ്ങളൊക്കെ സീരിയൽ തന്നെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. 4.5 വർഷം പോയ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയലുണ്ട്, സന്മനിച്ചുള്ളവർക്ക് സമാധാനം. അന്ന് സുരാജ് സിനിമയിൽ വന്നിട്ടില്ല. സുരാജ് അന്ന് എൻ്റെ മോനായിട്ടായിരുന്നു സുരാജൊക്കെ. അന്ന് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പ്രൊജക്റ്റായിരുന്നു. അന്ന് അമ്പിളിച്ചേട്ടൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ ഒരുപാട് ഹിറ്റുകൾ അമ്പിളിച്ചേട്ടനും ഞങ്ങൾ രണ്ടും ഒരേ ഉള്ളത്. ഞാൻ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന വേഷങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ റോമൻസ് എന്ന് പറഞ്ഞ പണ്ടത് എനിക്ക് ഭർത്താവില്ല, അതൊക്കെ ഭയങ്കര ഹിറ്റ് പടങ്ങളായിരുന്നു. റോമൻസ്, പോക്കിരാജ, റിസബാബ അതും നല്ല ഹിറ്റ് പടമായിരുന്നു. പോക്കിരാജ ഹിറ്റ് പടമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഭാഗ്യം, ഞാൻ ഒരുപാട് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വീടുകളിലെ ചിലത്തെ ട്രോഫി കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് അഹങ്കരിക്കാതെ നോക്കി. കാരണം ഒരുപാട് ഹിറ്റ് പടത്തിൻ്റെ ഷീൽഡ് വീട്ടിലിരിപ്പുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാടൊക്കെ 173 163 സംശയമുണ്ട് ദിവസം ഓടിയ പടം. അതുപോലെ തന്നെ ഒരുപാട് പടങ്ങൾ, മമ്മൂക്കാട് അഭിനയിച്ച പടങ്ങളെല്ലാം. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിലേക്കുള്ള എൻട്രി മിക്കുള്ളവർക്കും കിട്ടുമായിരിക്കാം, പക്ഷെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിലനിന്ന് പോവാൻ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ചേച്ചി എന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്? ഞാൻ ആദ്യം വന്നതേ അമ്മ റോളായിട്ടാണ്. ഈ അമ്മ റോള് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അമ്മ റോളിനകത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് ചെയ്യാനില്ല. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരമ്മ. പിന്നീട് ഞാൻ ആലോചിച്ചപ്പം ഇത് മാറി ചെയ്യണമല്ലോ. വേഷങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ച് മലയാള സിനിമ എന്നെ ശ്രദ്ധിച്ച് തുടങ്ങിയല്ല പൊന്നമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച് സീരിയൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അന്ന് ഇന്നത്തെ സീരിയലല്ല, അന്നത്തെ സീരിയൽ. അന്ന് സീരിയൽ എന്ന് പറയുന്ന ഈ ഒരു ദൂരദർശന സീരിയലായിരുന്നു. 12 എപ്പിസോഡ് അന്ന് പണ്ടുണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ നിങ്ങളൊക്കെ കുഞ്ഞാ, ജനിച്ചിട്ടുണ്ടെന്ന് പോലും സംശയമുണ്ട്. പിന്നീട് അത് വലിയ മെഗാ സീരിയലായിട്ട് മാറി. സ്ത്രീ മലയാളത്തിലെ ഏതാണ് ഫസ്റ്റിലെ മെഗാ സീരിയൽ എന്ന് ചോദിച്ചാൽ സ്ത്രീ ജന്മം പുണ്യ ജന്മം. അത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഭയങ്കര വേഷമായിരുന്നു എനിക്ക്. അതായത് നല്ല രസമുള്ള വേഷമായിരുന്നു എൻ്റെ വേഷം. സിദ്ദിഖും പിന്നെ പ്രസാദും. അന്ന് സിനിമയും ചെയ്യുന്നുണ്ട് ഞാൻ. കൂടെ തന്നെ ഞാൻ സിനിമയും ഉണ്ട്, ബാലൻസ് ചെയ്യും. പക്ഷെ സിനിമ ചെയ്യുന്നവർക്ക് സീരിയലിലോട്ട് പോകാൻ ഒരു മടി കാണുന്ന അന്ന് അങ്ങനെയല്ല. അന്ന് മെഗാ സീരിയൽ തുടങ്ങുന്ന സമയമാണ്. അന്ന് രാജൻവിദേവ് ഞങ്ങളുടെ സീരിയലിൽ അഭിനയിച്ചു, കെ.പി. ലളിത അഭിനയിച്ചു, സിനിമ ഗണേശൻ അഭിനയിച്ചു, സായികുമാർ അഭിനയിച്ചു, എല്ലാവരും അന്ന് അഭിനയിച്ചു ആ സീരിയലില്. സ്ത്രീയിലല്ല, പല പല സീരിയൽ വന്നു. ശ്യാം സുന്ദറിന്റെ യന്ത്ര മീഡിയയുടെ സ്ത്രീ, സമയം, ശ്രീരാമ ശ്രീദേവി, ദുർഗ, അങ്ങനെ കുറേ സീരിയലുണ്ടായിരുന്നു അവരുടെ. ആ സീരിയലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കുമ്പോൾ ഞാനപ്പോൾ എന്നെ കാണിച്ചു, 7 മണിക്ക് എൻ്റെ ഒരു സീരിയൽ വരുന്നത്, ഞാൻ കുറച്ച് അവിടെ ഇവിടെ ചേഷനി പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയാണ്, ഇച്ചിരി എരി കയറ്റി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അവിടെ കാണും, മോളെ അങ്ങനെ ചെയ്യട്ടോ, ഇവിടെ വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഈ 7 മണിക്ക് സീത ഹിറ്റായി നിൽക്കുന്ന സീരിയലാകുമ്പോൾ ലീല എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഞാനൊരു ദിവസം ഒരു എപ്പിസോഡിൽ വന്നില്ലേ, അമ്മമാർക്ക് ഭയങ്കര വിഷമം, എന്നെ കണ്ടില്ല, ലീലയെ കണ്ടില്ലെന്ന് പറയും ആൾക്കാർ. 7 മണിക്ക് അത് വന്നാൽ 9 മണിക്ക് ഞാൻ സെറ്റും കൊണ്ടുപോയി കൊടുത്ത് സംഗീത മോഹന എൻ്റെ മരുമകളാണ്. സന്തോഷ് എന്ന് പറയുന്ന എൻ്റെ മോനായിട്ട്, എൻ്റെ മോനും മരുമോളുമായിട്ട്. അപ്പോൾ അതിനകത്ത് പാവം അമ്മയാണ്. എന്നെ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ, അവൾ ദേഷ്യം മോൾ അങ്ങനെയൊക്കെ പറയാതെ, ഇത് പറഞ്ഞ് പാവം അമ്മ. അപ്പോൾ ആ ഒരു ദിവസത്തെ എൻ്റെ വർക്ക് 2 റേഞ്ചുള്ള കഥാപാത്രം എൻ്റെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ അടുത്ത് രാജവിദേവ് പറയുമായിരുന്നു, പിന്നെ നീ ഇത് സിനിമയ്ക്ക് നീ ഗുണം ചെയ്യും, നിനക്ക് 2 റേഞ്ചുള്ള വേഷമാണ്. അപ്പം നമ്മുടെ സിനിമാക്കാരൊക്കെ മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലാണിത് അന്ന്. ഇന്നൊരു സിനിമാക്കാരൊരു സീരിയലും കാണില്ല. ചിലതൊക്കെ കാണുമായിരിക്കാം, ആരെങ്കിലും ഉണ്ടെന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാണുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അതുകൊണ്ട് സീരിയൽ തള്ളിപ്പറഞ്ഞല്ല കേട്ടോ, ആരും കാണുന്നില്ല എന്നുള്ളത്. സീരിയൽ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ
എനിക്ക് ബിഗ് സ്ക്രീനായാലും മിനി സ്ക്രീനിലായാലും ഞാൻ വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളാണ്. മിനി സ്ക്രീനെ ഒന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ആ സീരിയലിൽ, ഈ പറയുന്ന സീരിയലിൽ വന്ന് എന്താ പറയാം, ചേച്ചി നിലനിന്ന് വന്നത് അപ്പം അങ്ങനെ ആ കഥാപാത്രം കണ്ടപ്പോൾ അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി, ഇപ്പോൾ ഞാൻ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നീട് തന്നെ ഏഷ്യാനെറ്റിൽ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനം സീരിയല്, പിന്നെ സൂര്യ തന്നെ 8 സുന്ദരികളും ഞാനും. അന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളാ. അതൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ യൂട്യൂബിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അതൊക്കെ അതിനകത്ത് ഹ്യൂമറായി. മണിയമ്പള്ളി രാജുവായിരുന്നു അതിനകത്ത്. മണിയമ്പള്ളി രാജുവിൻ്റെ അമ്മയായിട്ട്, ഞാനും രാജുവിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ടും അഭിനയിച്ചിട്ടുണ്ട് മണിയമ്പള്ളി രാജുവേട്ടൻ്റെ. അപ്പോൾ രാജുവേട്ടൻ്റെ ആ സമയത്ത് ഹ്യൂമറാണ്, അത് ഹ്യൂമർ ട്രാക്ക് വന്നു. അങ്ങനെയാണ് VM മിനു എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് ആദ്യം തന്നത് ഓരോ വിളിയും കാത്തോർത്തെന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അതിൽ മുകേഷ് നായകൻ നമ്മുടെ തെലുങ്കിൽ ഭയങ്കര കോമ്പയർ ചെയ്ത സുമ എന്ന് പറഞ്ഞൊരു കോമ്പയർ, വലിയ അല്ലു അർജുൻ്റെ പടമൊക്കെ കോമ്പയർ ഒരു ലേഡിയുണ്ട് സുമ എന്ന്. അവരുടെ തെലുങ്ക് ഭയങ്കര ഈ രഞ്ജിനി ഹരിദാസിനെ പോലെ ഭയങ്കര മാർക്കറ്റുള്ള സ്ത്രീ. അവർ ആ കുട്ടി ഇത് ഭയങ്കര ഫേമസാണ്. സുമ എന്ന് അടിച്ചു കൊടുത്താൽ നോക്കിയാൽ അറിയാം. അവരായിരുന്നു എൻ്റെ മോളായിട്ട്. അന്ന് അവർ പറയും ഞാൻ ചാനലിൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ആ കുട്ടിയുടെ നമ്പർ കേട്ടാൽ ഞാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അതിനെ ഇത്ര ഇപ്പോൾ അവൾ നല്ല മിടിക്കുക, നല്ല രസമാണ്. വലിയ പിന്നെ സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. ആ ഡയറക്ടർ തന്നെയാണ് എനിക്ക് കൺമഷി എന്ന പടത്തിൽ ജഗതിയുടെ ഭാര്യയായിട്ട് എന്നെ ഇടുന്നത്. അത് കുറച്ച് ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടറാണ്. അതൊന്നും തന്നെ അതൊക്കെ ചെയ്തെങ്കിലും എന്നെ ശ്രദ്ധിച്ചില്ല ആ ഹ്യൂമറൊന്നും. ഹ്യൂമർ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് മയിലാട്ടമായിരുന്നു, ജയറാമനെയും. അതും VM മിനു സാറിന് തന്നെയാണ്. പിന്നീട് ശ്രദ്ധിക്കാൻ വന്നത്, പിന്നെ ഹ്യൂമർ ട്രാക്ക് കുറച്ച് കയറി വന്ന് എനിക്ക് എല്ലാ തരത്തിലുള്ള റോളും വരുന്നുണ്ട് ആ സമയത്ത്. അങ്ങനെയാണ് പിന്നെ വിനയൻ സാറിൻ്റെ അത്ഭുതദ്വീപ് വരുന്നത്. അത്ഭുതദ്വീപ് ഞാൻ ചെയ്യുന്നത്. അത്ഭുതദ്വീപും വന്നെങ്കിലും എന്നെ അത്ര ഒരു അങ്ങോട്ട് ഹ്യൂമറിലോട്ട് ഞാൻ വന്നില്ല. അതിന് ശേഷമാണ് പിന്നീട് എനിക്ക് മേരിക്കൊട്ടൊരു കുഞ്ഞാട് ഷാഫി സാറിൻ്റെ പടം, ദിലീപിൻ്റെ പടം, അതിലൂടെ അങ്ങനെ വന്നു. പിന്നെ അങ്ങോട്ട് കുറേ ഹ്യൂമർ നിൽക്കുന്ന കഥാപാത്രങ്ങൾ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഈ കോമഡിയൊക്കെ പോയി ചെയ്യുന്നു. ചേച്ചി ഏറ്റവും എളുപ്പത്തിൽ ചേച്ചിയിലേക്ക് എത്തിയതും ചേച്ചി ഏറ്റവും എളുപ്പത്തിൽ കൺവേ ചെയ്തതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതായിരിക്കും ചേച്ചിയുടെ ലൈഫിൽ? എളുപ്പം ചെയ്തത്, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ആ ക്യാരക്ടർ ചെയ്യാൻ, അങ്ങനെ ഒരു ക്യാരക്ടർ ചേച്ചി ഏതായിരിക്കും? ഞാനൊരു കഥാപാത്രവും മുഴുവൻ കേൾക്കില്ല. എന്നെ വിളിക്കും ഒരു പടത്തിന്, പനോ ചേച്ചി ഇങ്ങനെ മമ്മൂക്കായുടെ പടമാണ്, ഒരു 10 ദിവസം ഷൂട്ടുണ്ടാവും. ഞാൻ നായികയില്ലാത്തതുകൊണ്ട് എനിക്ക് 10 ദിവസം ഉണ്ടാവുള്ളൂ ഷൂട്ട്, അല്ല 15 ദിവസം. ഞാൻ ചേട്ടൻ മോനെ, ആരാ എൻ്റെ ഹസ്ബൻഡായിട്ട് ഞാൻ ചേട്ടനാണ്. പറഞ്ഞാണോ മോനെ, എന്താണ് നമുക്ക് വല്ലതും ചെയ്യാൻ വല്ലതൊക്കെ ഉണ്ടാവുമോ? അപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഉണ്ട്, ഹസ്ബൻഡിനെ ഭരിക്കുന്ന ഭാര്യയാണ്, അപ്പോൾ ചേച്ചിക്ക് എന്തായാലും പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും ചോദിക്കില്ല, എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഭർത്താവിനെ അടിച്ചിരുത്തി ഭരിക്കുന്ന ഭാര്യയെന്ന് കേട്ടപ്പം എനിക്ക് വന്നു, എൻ്റെ മനസ്സിലോട്ട് വന്നു ആ സീന്. പിന്നെ ചിലപ്പോൾ പറയല്ലേ ചേച്ചി, അത് ചേച്ചി ഉണ്ട്, എന്നാലും ഹസ്ബൻഡാണ് ശബ്ദിക്കുന്നത്. പക്ഷേ ചേച്ചിക്ക് നന്നായി മോടെ ഒരു സീക്വൻസ് വരും, പറയും ഈ സീക്വൻസ് എനിക്കുള്ള സീക്വൻസുകൾ തന്നെ എവിടെയാണെന്നുള്ളതൊക്കെ കേട്ടിട്ട് ഞാൻ പറയും ഓക്കെ. അപ്പോൾ അങ്ങനെ കേട്ട് പോയി അഭിനയിക്കണേ. പെട്ടെന്നൊരു ക്യാരക്ടർ കേട്ട് പെട്ടെന്ന് അഭിനയിച്ച് അങ്ങനെയൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. എന്നോട് കഥാപാത്രം പറയും, ഇന്നതാന്ന് പറയും. എനിക്ക് സ്വഭാവം അറിയണ്ടേ, ഹ്യൂമറാണോ അല്ലെങ്കിൽ ഇച്ചിരി നെഗറ്റീവാണോ? കഥയൊന്നും ചേച്ചിക്ക് ഞാൻ കഥയൊക്കെ കേൾക്കാൻ നിൽക്കത്തില്ല. കഥ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കഥ അറിയും. എൻ്റെ ക്യാരക്ടർ സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഥ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുമ്പോൾ നമ്മുടെ കഥാപാത്രവുമായിട്ട് അവരുമായിട്ട് എന്താണ് ലിങ്ക് എന്ന് ചോദിക്കുമ്പം അവർ പറയും ചേച്ചി ഇങ്ങനെയാണ് കഥ വരുന്നത്. ഒരു വള്ളയും പോലെ ഒരു കഥ പറയും, ഒരു വള്ളയും പോലെ കഥ പറഞ്ഞിട്ട് ചേച്ചിയുടെ കഥാപാത്രം ഇതാണ്, കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഇതാണ്, എനിക്കത് മതി. പിന്നെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ എനിക്ക് അങ്ങനെ വലിയൊരു റിസ്കി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ റിസ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമഷിയൊക്കെ ഞാൻ ഒത്തിരി റിസ്കി എടുത്ത് തന്നെ ചെയ്തതാണ്. ആ സ്വിമ്മിംഗ് പൂളിൽ എന്നെ ജഗതിച്ചേട്ടൻ തള്ളിയിടുന്നുണ്ട്, ഒരു സ്വിമ്മിംഗ് പൂൾ, അത് 6 അടി 7 അടി താഴ്ചയോടാണ് എന്നെ തള്ളിയിടുന്നത്. എനിക്ക് നീന്താൻ അറിയാം, അതുകൊണ്ടാണ് ചേട്ടനോട് ചോദിച്ചിട്ടേ തള്ളിയിട്ടേ.
അങ്ങനെ സീക്വൻസ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് VMന് ചോദിച്ചു, പരമ്പരയ്ക്ക് നീന്താൻ അറിയാമോ? അപ്പോൾ എനിക്ക് നീന്താൻ അറിയാം. പക്ഷേ അന്ന് ഞാൻ അഭിനയിച്ചെങ്കിൽ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കെല്ലാം പെട്ടെന്ന് പേടിയാവും ഇപ്പോൾ ഓർക്കുമ്പോൾ. അന്നത്തെ ആ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്ത പടങ്ങളല്ലേ അതെല്ലാം. അങ്ങനെ അങ്ങനെയാണ് ഓരോ പടങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഒരു നായകന്റെ സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായി മാറുന്നത് കണ്ടിട്ടുണ്ട് ചേച്ചി. ദിലീപ് ഏട്ടൻ്റെ, ജയറാം ഏട്ടൻ്റെ, അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മബന്ധത്തിൽ നിന്നാണോ അടുത്ത സിനിമയിലേക്ക് ചേച്ചി പോകുന്നത്? ഇല്ല, കഥാപാത്രം ഉണ്ടാവും. നമ്മൾ ചേച്ചി മറ്റേ പടത്തിനകത്തോണ്ട് കേട്ടോ അവർ വിളിക്കും ചേച്ചി എന്നു പറയും. ഒരു കഥാപാത്രം വരുമ്പോൾ അവരവിടെ ഡിസ്കഷൻ നടത്തുമ്പോഴത്തേക്ക് അത് പൊന്നമ്മ ബാബുവിനെ അവർ ഫിക്സ് ആക്കി വെച്ചിട്ടാണ് അങ്ങോട്ട് ഞാൻ വരുന്നത്. ചിലപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ നെക്സ്റ്റ് പടം അവർ ഈ ഷൂട്ടിങ് കഴിഞ്ഞാൽ അടുത്ത ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പിന്നെ അവിടുന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ വരുമ്പോൾ ചേച്ചി ഈ പടം ഇത് കഴിഞ്ഞപ്പോഴും ദിലീപിൻ്റെ ആ പടം ഉണ്ട്, അപ്പുറത്ത് ചേച്ചി ഉണ്ട് കേട്ടോ എന്ന് പറയും. അങ്ങനെ വിളിക്കുക. അങ്ങനെ കഥാപാത്രം അതിനകത്ത് ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുന്നതാ. ദിലീപേട്ടനുമായിട്ട് ഭയങ്കര ഒരു സഹോദര തുല്യനായിട്ട്. പിന്നെ ദിലീപിനൊക്കെ ഒരിക്കലും മറക്കാൻ ലൈഫിൽ പറ്റത്തില്ല. കാരണം നമ്മൾക്ക് ഒരുപാട് പടങ്ങൾ ഞാൻ ദിലീപായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഹിറ്റ്, മിക്ക പടങ്ങളും ഹിറ്റായിരുന്നു. മായാമോഹിനി, നാടോടി മന്നൻ, മേരിക്കുട്ടി കുഞ്ഞാട്. ഇതിന്റെയൊക്കെ ഒരു ബിഹൈൻഡ് ദ സീൻസ് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു ഷൂട്ടിംഗ് അനുഭവം ചേച്ചി ഷെയർ ചെയ്യാവോ ദിലീപേട്ടനായിട്ടുള്ള? ഷൂട്ടിംഗ് അനുഭവം എന്ന് പറയാനായിട്ട്, ഞാൻ അഭിനയിക്കുമ്പം ഇപ്പം നമ്മൾ അമ്പിളിച്ചേട്ടൻ മാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ ആ ഭാഗത്ത് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് അമ്പിളിച്ചേട്ടൻ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അവിടെയെല്ലാം ദിലീപ് ഉണ്ടാവും. ദിലീപ് ഒരു സിനിമയിൽ വന്നാൽ ഓളിനറായിട്ട് നിൽക്കും. എന്നാൽ ഞാനൊരു ആക്ടറല്ലേ എന്ന് വെച്ച് മാറി ഒരിടത്ത് പോയി ഇരിക്കുക, അതല്ല. ആരൊക്കെ അഭിനയിക്കുക അതെല്ലാം ഒന്ന് വാച്ച് ചെയ്യും പുള്ളി. അതിന് പോരായ്മ വേണ്ട പറഞ്ഞു ഇത് ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ നന്നായിരിക്കും എന്ന് പുള്ളി പറയും. അപ്പം മേരിക്കുട്ടി കുഞ്ഞാട് എന്നൊരു പടം ചെയ്യുമ്പോൾ ആ സീൻസൊക്കെ കാണുമ്പോൾ അറിയാം. ഞാൻ ജഗദീശേട്ടൻ പള്ളിക്കകത്ത് നിന്ന് കുർബാന ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഭയങ്കര സിംഗാരത്തോടെ നോക്കുന്നുണ്ട്. ഇത് എടുക്കുന്നത് അമ്പിളിച്ചേട്ടൻ്റെ ക്ലോസാണ് എടുക്കുന്നത്, ഞാനില്ല. ഞാൻ അപ്പുറത്തെ പള്ളിയിലിരിക്കുക, എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അമ്പിളിച്ചേട്ടൻ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. അപ്പോൾ അവിടെ ദിലീപേ ഉള്ളൂ. അപ്പോൾ ഞാനുള്ളത് ഇപ്പോൾ ദിലീപ് ജസ്റ്റ് അത് വേണ്ടി ഞാൻ പറഞ്ഞു, ദിലീപ് അമ്പിളിച്ചേട്ടൻ എന്തോ ചെയ്യുന്നത്? അവിടെ അമ്പിളിച്ചേട്ടൻ അവിടെ പൊളിച്ചെടുക്കുന്നുണ്ട്, അവിടെ കലക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വാ നമുക്ക് തകർക്കാം എന്ന് പറഞ്ഞ് ദിലീപ് അകത്തോട്ട് പോയി കേട്ടോ. ഉടനെ ഞാൻ അമ്പിളിച്ചേട്ടൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്നാ അമ്പിളിച്ചേട്ടൻ ചെയ്യുന്നേ? അപ്പോൾ ഇത് പറഞ്ഞ പോലെ കൈ നോക്കി വേണമല്ലോ ഇത് പറയാൻ, അമ്പിളിച്ചേട്ടൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഉടനെ എൻ്റെ അടുത്ത് ദിലീപ് അവിടെ വന്നിട്ട് ഈ അമ്പിളിച്ചേട്ടൻ ചെയ്ത് ഇതാണ് ചേച്ചി, ഇത് ചെയ്താൽ മതി. അപ്പോൾ ദിലീപ് അവിടെ തന്നെ കാണിച്ചു തന്നു. ആ സത്യം, ആ റിയാക്ഷൻസൊക്കെ അവിടെ ഇട്ടേക്കുന്നത്. ഒന്ന്. രണ്ടാമത് അതുപോലെ തന്നെയായിരുന്നു മായാമോഹിനി. ആ ഡോക്ടർ പരിശോധന കഴിഞ്ഞ് ബോധം കെട്ടി വീട് കിടക്കുന്ന ഒരു രംഗമുണ്ട്. അത് ദിലീപാണ് ആ പെൺവേഷത്തിൽ മറ്റേ ആ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക. ദിലീപാണ് എന്നെ ഇങ്ങനെ കിടന്ന് പിറ്റിയെ ചേർത്ത് ഇങ്ങനെ ഒരു തേച്ചൊട്ടിച്ച പോലെ കിടക്കത്തില്ലേ, അതുപോലെ കിടന്നൊക്കെ കാണിച്ച് അല്ലേ. സീൻസൊക്കെ എടുക്കുമ്പോഴായാലും എല്ലാ സീൻ്റെ കൂടെയും നല്ല അതൊന്ന് ഡെവലപ്പ് ചെയ്യാനും അത് ദിലീപ് മാത്രം നന്നായി പോരല്ലോ, നമ്മളും കൂടെ നന്നാവണം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് നിൽക്കുന്ന ഒരു നല്ലൊരു സഹപ്രവർത്തകനാണ് ദിലീപ്. ദിലീപിനെ പറ്റി എനിക്കതേ പറയാനുള്ളൂ. നമ്മുടെ ദിലീപ് എല്ലാവരും ദിലീപ് മാത്രമല്ല മമ്മൂക്ക ആണെങ്കിലും അതെ. മമ്മൂക്കൊക്കെ എത്ര ഓരോ ചെറിയ റിയാക്ഷൻസ് പോലും മമ്മൂക്ക എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മമ്മൂക്ക പറയാം അവിടെ വരുമ്പം അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതേ മമ്മൂക്കടെ ഞാൻ പറഞ്ഞു, മമ്മൂക്ക അന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ ഞാൻ കുറേ പടത്തിനകത്ത് ഞാൻ ഇടാറുണ്ടെന്ന്. മമ്മൂക്ക വളരെ സന്തോഷം എൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചു. മമ്മൂക്കയായിട്ട് ചേച്ചിയുടെ ഒരു ഏറ്റവും ഹിറ്റ് കോംബോ വന്ന മൂവി ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ സീൻസും ചേച്ചിക്ക് ഒരുപാട് ചേച്ചിയും മമ്മൂക്കയായിട്ട് ഒരു കുട്ടനാടൻ ബ്ലോഗ്. അത് അല്ല നമുക്ക് ഡബില്ല, നമുക്ക് സൗണ്ടായിരുന്നു അന്നേരം. അത് ഞങ്ങൾ എനിക്ക് കുറേ നല്ല സീൻസ് നമുക്കായിട്ട് കുറേ സീൻസ് ഉണ്ടായിരുന്നല്ല. അത് ഞാൻ സാധാരണ നമുക്ക് സിനിമയിൽ പണ്ട് പ്രോമിറ്റിംഗ് ഉണ്ടാവുമല്ലോ, ഇതുവരെ പ്രോമിറ്റിംഗ് ഇല്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു പ്രോമിറ്റിംഗ് ഇല്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഞാൻ ഡയലോഗൊക്കെ പഠിച്ച് ഇതൊക്കെ പാടുന്നല്ലേ. ഇല്ല, ഞാൻ ചിലപ്പോൾ പഠിക്കത്തില്ല. ചില പ്രോമിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഒന്ന് കേൾക്കത്തേ ഉള്ളൂ. പ്രോമിറ്റ് ചെയ്യുമല്ലോ, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പറയാം.
ആ മനസ്സിലുണ്ടോ നല്ല കേട്ടാൽ ഒരു സുഖമായി എനിക്കൊക്കെ. പണ്ട് ആ രീതി ശീലിച്ച് വന്നോണ്ടേ. ഇന്നതൊക്കെ മാറിയത് പഠിച്ചിട്ടൊക്കെ ഇരുന്നല്ല നമ്മൾ പറയണേ. ജോഷി സാറിന് പഠിച്ചതൊന്നും പറ്റത്തില്ല. സാറിന് പഠിച്ചിട്ട് തന്നെ പറയണം. പിന്നെ സാറ് ഓടിക്കും. ലാലേട്ടനായിട്ട് ആദ്യം ലാൽ സാറുമായിട്ട് ഞാൻ വളരെ പാഠം കുറവാണ് ചെയ്തേക്കുന്നത്. ലാലേട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഹരിഹരൻപിള്ള ഹാപ്പിയാണ്, പിന്നെ പ്രജ, പിന്നെ 2020, പിന്നെ ഷാജി കൈലാസിൻ്റെ ഒരു പടം, നമിത മമത മോഹൻദാസ് നന്നായി ഒരു പടം, ബാബ കല്യാണി. അങ്ങനെയാ ഒരു 5-6 പടവുള്ളൂ ലാൽ സാറുമായിട്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ലാലേട്ടനായിട്ട് 1982 എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലേക്ക് നായികയായിട്ട് ചേച്ചിയെ വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും സത്യമാണോ? എൻ്റെ പൊന്നെ, ഈ ചോദ്യം ഞാൻ ഇത് അന്ന് ലാലേട്ടനല്ല അല്ല ഹീറോ. ലാലേട്ടൻ അന്ന് അതിനകത്ത് ചെറിയ വേഷവാ. അന്ന് ഹീറോ ശങ്കറാ. ഓ, ലാലേട്ടൻ ഇപ്പൊ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നതുകൊണ്ട് ഇന്നിപ്പോ ഓൺലൈൻ മീഡിയ കംപ്ലീറ്റ് ലാൽ സാറിന് നായികയായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് എഴുതി അങ്ങ് പിടിപ്പിക്കുക. ഞാനിവിടെ വായിച്ചു ചേച്ചിയുടെ വായിന്ന് തന്നെ ക്ലാരിറ്റി അന്നത്തെ ഒരു കാര്യമാണ്. അങ്ങനെ ഒന്നും വന്നിരുന്നു സമീപിച്ചിരുന്നുള്ളത് സത്യമായ കാര്യമാണ്. അന്നൊരു കല്യാണമൊക്കെ പെട്ടെന്ന് നടന്നുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷെ അന്ന് വന്നത് ശങ്കറാണ് അന്ന് നായകൻ. അന്ന് ലാലേട്ടൻ്റെ പേരേ ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് പിന്നീട് ലാൽ സാറൊക്കെ പിന്നെ നല്ല കഥാപാത്രം ചെയ്ത് കയറി ഇതുപോലെ തെളിഞ്ഞു വന്നേ. ഇന്ന് ശങ്കർ എവിടെ, ലാലേട്ടൻ എവിടെ? അപ്പൊ ലാലേട്ടനെ വെച്ച് പറഞ്ഞാലല്ലേ ആൾക്കാർ 10 പേര് വായിക്കത്തുള്ളൂ. നിങ്ങൾ ഈ മീഡിയ ആൾക്കാരാണ് ചക്കെന്ന് പറയും കൊക്കെന്നും പറഞ്ഞ് എഴുതി വെക്കുന്നേ. അങ്ങനെ എഴുതരുത്. അത് കേട്ട് വായിച്ച് വീണ്ടും ചേച്ചിട്ട് ചോദിക്കാൻ ഞാനും അല്ലേ. സത്യസത്യമായ വാർത്തകൾ ഞാൻ എപ്പോഴും പറയുന്ന എല്ലാവരോടും, നിങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാം കൊണ്ട് നല്ലത് തന്നെ. എനിക്ക് നമ്മുടെ ഒന്നും ചെറുപ്പത്തിലൊന്നും ഇല്ല, ഉള്ളതൊക്കെ നല്ല കാര്യമാണ്. നല്ല എല്ലാവരും ഇപ്പാണെങ്കിൽ ഒരുപാട് കലാകാരികളും ഒക്കെ ഇതുവഴി ഒരുപാട് ആൾക്കാർ വരുന്നു. ഇന്ന് ഒന്നും ഒരു അവസരത്തിലൊന്നും യാതൊരു എന്താ പറയണ ഒരു ആർക്കും ഒരു വിഷമവും ഇല്ല. പാട്ട് പാടണോ, ഡാൻസ് ചെയ്യണോ, സ്വന്തമായി കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം അവർ തന്നെ കിടക്കുക സോഷ്യൽ മീഡിയ വഴി. അതൊക്കെ നല്ല കാര്യമാണ്. വേണ്ടാത്തത് ഈ അറിയാത്തതും കാര്യങ്ങളും എഴുതരുത്. കാരണം എഴുതിക്കോട്ടെ അവരോട് വിളിച്ച് ചോദിച്ചിട്ടേ അത് കറക്റ്റായിരുന്നോ, അത് അങ്ങനെയാണോ ചോദിച്ചിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ അവരെ ചോദിച്ചിരുന്നു സത്യസന്ധമായ വാർത്തയാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഇത് അവർ മനസ്സിൽ കാണുക, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അതാണ് അതിനകത്ത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള പിള്ളേരുകളും നല്ല കഴിവുള്ള ആൾക്കാരും നല്ല എല്ലാ സൗന്ദര്യവതികളും സുന്ദരന്മാരും ഒക്കെ തന്നെയാണ് ഉള്ളവരെല്ലാവരും. ഇത് മാത്രമേ ഉള്ളൂ ഈ സത്യമല്ലാത്ത വാർത്തകൾ. പെട്ടെന്ന് ഒരാൾ മരിച്ചു പോകാന്ന് പറയുക, എങ്ങനെ പറയാം, പെട്ടെന്ന് ഒരാൾ ഡൈവോഴ്സ് ആയെന്ന് പറയുക. നമ്മളിപ്പോൾ അവർ പോലും അറിഞ്ഞുണ്ടാവില്ല. ചിലത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് സത്യസന്ധമായിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അന്ന് ഇത് ശങ്കർ ആ ഒരു കാലമാണ് പറഞ്ഞത്. അതിൻ്റെ കാലം കഴിഞ്ഞു. അത് എവിടെയോ എപ്പോഴോ എൻ്റെ നാവിന്നൊരു വാക്ക് അന്ന് ഇതിപ്പോ പറയേണ്ട ഒരു കാര്യമല്ല. ഞാൻ 27 വയസ്സുള്ളപ്പോഴാണ് വീണ്ടും സിനിമയിൽ വരുന്നേ. ഞാൻ രാജംബി ദേവന്റെ ഭാര്യയായിട്ട്. ആ സമയത്ത് ഈ പറഞ്ഞൊരു നായികയായിട്ടാണല്ലോ ക്ഷണം കിട്ടിയത്. അന്ന് നായികയായിട്ട് അഭിനയിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും വേറൊരു ലൈഫ് ആയിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. എന്നാ അറിയോ, ഈശ്വരൻ എന്നെ കറക്റ്റ് റൂട്ടിലൂടെ കൊണ്ടുപോയി. അതെ, എനിക്ക് നല്ല ഒരു ഹസ്ബൻഡും നല്ല മക്കളെയും ദൈവം തന്നു. മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലായി. അതൊക്കെ ഒരു പക്ഷേ ഞാൻ അതുപോലെയൊക്കെ സിനിമ നായികയായിട്ടൊന്നും പോയാൽ പെട്ടെന്നൊരു കല്യാണമൊന്നും ഉണ്ടായിരുന്നിരിക്കത്തില്ലായിരിക്കാം. ചിലപ്പോൾ ഞാൻ ലേറ്റ് മാരേജ് ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ എന്തെല്ലാം ചെയ്താലും മേലിരിക്കുന്ന ഒരാൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതില്ലയോ. അതേപോലെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നടക്കാത്ത കാര്യം ഓർത്തിട്ട് അയ്യോ അതിനെ ഓർത്ത് ഒരിക്കലും ഞാൻ വറി ചെയ്യാറില്ല. കാരണം അത് കഴിഞ്ഞ അധ്യായങ്ങളാണ്. നമ്മൾ ഇനി നാളെ എന്താ, അല്ലേ, ഇന്നെന്താ നാളെ എന്താ, അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പോകുന്നത്. അല്ല നമ്മൾ അന്ന് ആയില്ലല്ലോ. എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചു എന്നെ അങ്ങനെയൊക്കെ കാണണമെന്ന്. അത് അമ്മയുടെ സ്വപ്നങ്ങളായിരുന്നു അതൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് നിറവേറ്റാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ പോയി. ഇനി അത് തന്നെ പിന്നെ അതും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാനത് ഓർത്ത് അയ്യോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓർത്താൽ എന്നാൽ എനിക്കത് കിട്ടുമോ? ചുമ്മാ മനസ്സിലോട്ട് നമ്മൾ വിഷമം വെക്കാമെന്നല്ലേ ഉള്ളൂ. എപ്പോഴും നമ്മൾ
പോസിറ്റീവായിട്ടിരിക്കുക. നെഗറ്റീവിനെ അങ്ങ് മാറ്റിക്കളയുക. അതെ. നെഗറ്റീവ് ചിന്തിക്കരുത്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും. ചേച്ചിയുടെ പാത കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പൊ. തീർച്ചയായും എൻ്റെ പാത കറക്റ്റ്. കല്യാണം കറക്റ്റ്, മക്കളൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ജനിച്ചു. അതെ. മക്കളൊക്കെ വലുത് എനിക്ക് 4 കൊച്ചുമക്കളുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ. ഹാപ്പി ആയിട്ടാ പോകുന്നത്.